ചാക്കോച്ച, നമ്മൾ ഈ പറഞ്ഞ പോലെ ട്രെയിലറൊക്കെ കണ്ട് ടീസറിലും ഒക്കെ വന്നിട്ടുള്ള ഒരു ഭയങ്കര കലിപ്പ് ചാക്കോച്ചനാണ്. എന്താണ് അള്ളു രാമേന്ദ്രൻ? ഈ അള്ള അത്രയും കലിപ്പാണോ? ഇല്ല, അള്ള് ആ കാണുന്നതിൻ്റെ അത്രയും കലിപ്പൊന്നുമില്ല കേട്ടോ. അത് ശരിക്കും പറഞ്ഞൊരു അബദ്ധം പറ്റിപ്പോയ. നമ്മൾ ചോദിക്കത്തില്ല ഒരുപാട് നന്നായി പോയോ സാർ എന്ന് ചോദിക്കില്ല, അറിയാണ്ട് നന്നായി പോയത്. പക്ഷെ അതെല്ലാവർക്കും ഭയങ്കരമായിട്ട് അയ്യോ ചാക്കോച്ചനെ ആരും ഇങ്ങനെ കലിപ്പിൽ കണ്ടിട്ടില്ലല്ലോ എന്നുള്ള ഫീഡാണ്. അല്ല, അത് ശരിക്കും അത് സിനിമയുടെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. അപ്പം ഇതും ആണ് അള്ളു രാമേന്ദ്രൻ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം മാത്രമായിരുന്നു. ഇത് എങ്ങനെ ആൾക്കാർ ഏറ്റെടുക്കുമെന്നുള്ളതൊരു ചെറിയൊരു ടെൻഷനും കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ടീസർ വന്നു കഴിഞ്ഞപ്പോൾ അത് എത്രത്തോളം ആൾക്കാർ ഏറ്റെടുക്കുമെന്ന് വിചാരിച്ചാൽ, കാരണം എൻ്റെ 21 കൊല്ലത്തെ സിനിമ ജീവിതത്തിൽ എൻ്റെ ഒരു സോക്കോൾഡ് ഒരു പഞ്ച് ഡയലോഗ് എന്ന് പറയുന്ന രീതിയിൽ ആൾക്കാർ ഏറ്റെടുത്ത ഒരു ഡയലോഗും ക്യാരക്ടറും ഇത് തന്നെയായിരിക്കും. ഇപ്പം അനിയത്തിപ്രാവിലെ ഡയലോഗുകളൊക്കെ ഒരു റൊമാൻറ്റിക് അങ്ങനത്തെ രീതിയിലുള്ള ഡയലോഗുകളാണ് കൂടുതൽ. ഇപ്പം അനിയത്തിപ്രാവിലാണെങ്കിലും അല്ലെങ്കിൽ നിറത്തിലാണെങ്കിലും എല്ലാം അങ്ങനത്തെ ഒരു റൊമാൻറ്റിക് ടച്ചുള്ള ഡയലോഗ്സാണ് കൂടുതലും ഉള്ളത്. പക്ഷേ ഈ പറയുന്ന ഒരു സോക്കോൾഡ് ഒരു പഞ്ച് ഡയലോഗ് എന്നുള്ള രീതിയിൽ ആൾക്കാർ ഇത് പറയുമ്പോൾ അത് ഒരുപാട് സന്തോഷം. പക്ഷെ അത് തന്നെ ഒരു പേടിപ്പെടുത്തുന്ന വസ്തുതയും കൂടിയാണ്. കാരണം നമ്മൾ ഇത് ഇത്രയും നല്ലതാണോ എന്ന് നമുക്ക് ഒരു സംശയം തോന്നിയതുകൊണ്ടാണ്. ഇത് ഇത്രയും ഇല്ല, കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ടുള്ള സാധനമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും അടുത്ത ഒരു സെഗ്മെന്റ് നമ്മുടെ അള്ളു രാമേന്ദ്രൻ്റെ അടുത്തൊരു പ്രൊമോ സംഭവമായിട്ട് ഇതിൻ്റെ ഒരു സോങ് നമ്മൾ റിലീസ് ചെയ്തത്. അപ്പോൾ അതൊരു കുറച്ചും കൂടെ മെലോഡീസ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സോങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം കലിപ്പ് മാത്രമല്ല റൊമാൻസും ഇതിലുണ്ട് എന്നുള്ള ആ പാട്ട് നമ്മൾ റിലീസ് ചെയ്ത് അതും ആൾക്കാർക്ക് ഇഷ്ടമായി. അപ്പം ഒരു സിനിമയുടെ പേരും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫസ്റ്റ് ടീസർ, അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ, പിന്നെ അതിൻ്റെ ആദ്യത്തെ പാട്ട് റിലീസ് ചെയ്യുക, ഇതെല്ലാം ആൾക്കാർ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇതിൻ്റെ പോസ്റ്റർ വന്നപ്പോൾ ചാക്കോച്ചൻ പറഞ്ഞ പോലെ എനിക്ക് പോസ്റ്റർ വന്ന് നമ്മൾ ഷെയർ ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് കുറേ പേര് സിനിമയിലുള്ളവരല്ലാത്തവരൊക്കെ വന്നു സംതിങ് ഡിഫറെൻറ്റ്. സാധാരണ വരുന്ന ആ പേരുകളിൽ പിന്നെ എല്ലാം ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു ബിലഹരി പരിശ്രമം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ മൊത്തത്തിലൊരു വെറൈറ്റി ഫീൽ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇരുന്നത് എനിക്ക് തോന്നുന്നു വർണ്ണ്യത്തിലാശങ്ക കൗട്ട ശിവനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചാക്കോച്ചൻ്റെ ഈ ഒരു പേര് ഇപ്പോൾ ആഷിഖ് ഉസ്മാൻ്റെ ഒപ്പമുള്ള 2 ചിത്രങ്ങളിൽ ഈ 2 വെറൈറ്റി ഉണ്ടായിരുന്നു, കൗട്ട ശിവനും അതുപോലെ തന്നെ അള്ളു രാമചന്ദ്രനും. ചാക്കോച്ചൻ്റെ റീസെൻ്റ്ലി ഉള്ള ഫിലിംസിലൊക്കെ ഈ ഒരു പേരിനൊപ്പം മുമ്പ് ഒന്നെങ്കിൽ സുധി അല്ലെങ്കിൽ വിജയ് ഇങ്ങനെയൊക്കെയുള്ള പേരുകളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇങ്ങനൊരു സ്ഥല പേരുകൾ അല്ലെങ്കിൽ അങ്ങനെ ഇത് സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പം ഒരു സിനിമയുടെ കഥ പറയുമ്പോൾ അതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു പേര് സെലക്ട് ചെയ്യുന്നത് ഒരു വലിയൊരു കടമ്പ തന്നെയാണ്. കാരണം ആ പേരാണ്, ആ ഒരു ടൈറ്റിലാണ് ഏറ്റവും ആദ്യം ആൾക്കാരിലേക്ക് സിനിമ എത്തിക്കുന്നത്. അപ്പോൾ അത് വളരെ വലിയ നീണ്ട പേരാണെങ്കിൽ അത് എല്ലാവർക്കും പെട്ടെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മനസ്സിലാക്കിക്കോളണം എന്നില്ല. ഒരു ഷോർട്ട് ആൻഡ് സ്വീറ്റ് നെയിമാണെങ്കിൽ, ഒരു ക്യാച്ചി ഒരു പേരും കൂടി ടൈറ്റിലും കൂടി ആണെങ്കിൽ അത് ഒരു സിനിമയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് ആൾക്കാരിലേക്ക് കൊടുക്കുന്നത്. അത് ദൈവം സഹായിച്ച് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളിലെല്ലാം അത്യാവശ്യം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പേരുകളാണ്. കുറച്ച് നീട്ടം കുറവുള്ള ക്യൂട്ടായിട്ടുള്ള പേരുകളാണ്. സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള പേരുകളും കൂടിയാണ്. ഇപ്പം പറയുകയാണെങ്കിൽ രാമൻ്റെ ഏതം തോട്ടം വളരെ പെക്യുലർ ആയിട്ടുള്ളൊരു പേരാണത്. രാമന് ഏതം തോട്ടം. അപ്പോൾ എന്താ പറയുക, നമുക്ക് വേണമെങ്കിൽ ഒരു റിലീജിയസ് ആയിട്ട് മതസൗഹാർദ്ദം വേണമെങ്കിൽ അതിൽ കണ്ടെത്താം. കുട്ടനാടൻ മാർപ്പാപ്പ, അതെ, പിന്നെ ശിക്കാരി ശംഭു. അപ്പോൾ ഇതെല്ലാം പക്ഷേ ആ സിനിമയുടെ കഥയുടെ രീതികളുമായിട്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ടൈറ്റിലിംഗ് ആണ്. ഈ അള്ളു രാമേന്ദ്രൻ്റെ കഥ പറയുമ്പോൾ ശരിക്കും ആഷിഖിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഒരു കഥയുണ്ട്, ഒരു പഞ്ചർ കഥയാണ് എന്ന് പറഞ്ഞു. പഞ്ചർ കഥയിൽ എന്ത് സംഭവിക്കാനാണ്, ഒരു പഞ്ചർ സംഭവിക്കുന്നു, അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഭയങ്കര ഹാപ്പനിങ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തെല്ലാം കേട്ട് കളയാം. അങ്ങനെയാണ് ബില വരുന്നത്. ബില വന്ന് കഥ പറഞ്ഞ് നാരേറ്റ് ചെയ്തപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പോൾ അതിൽ എപ്പോഴും ഈ അള്ളു രാമേന്ദ്രനൊക്കെ പറയുന്നുണ്ട്, ആ ക്യാരക്ടറിൻ്റെ കൂടെ സിനിമ നീങ്ങുന്നതുകൊണ്ട് ആ ടൈറ്റിലായിരിക്കും ഏറ്റവും ആപ്റ്റ് എന്ന് തോന്നി. അങ്ങനെ എല്ലാവരുടെയും ഒരു കോമൺ ഡിസിഷൻ ആയിരുന്നു രാമേന്ദ്രൻ. ഈ ഞാനിങ്ങനെ ചാന്ദിനി ഇപ്പം ആദ്യമായിട്ടാണ് ചാക്കോച്ചൻ്റെ ഒപ്പം പെയർ ചെയ്യുന്നത്. ചാന്ദിനി സാധാരണ ചാക്കോച്ചനെ കണ്ടിട്ടുള്ള എല്ലാം റൊമാൻറ്റിക് ഹീറോ ആണ്. എവിടെ നോക്കിയാലും ചാക്കോച്ചൻ ഒരു എവർ ഗ്രീൻ റൊമാൻറ്റിക് ഹീറോ ആണ്. ചാക്കോച്ചൻ്റെ ഒപ്പം വരുമ്പോൾ കഥ അറിഞ്ഞിട്ടായിരിക്കുമല്ലോ വന്നിട്ടുണ്ടാവുക, ഇതിൽ റൊമാൻസ് ഒക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണോ വന്നത്? ഇത്രയും വലിയൊരു റൊമാൻറ്റിക് ഹീറോനോട് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അടുത്തുകൂടെയെങ്കിലും പോകാൻ പറ്റും, ഭാര്യയാണല്ലോ. പക്ഷേ
ഈ കലിപ്പ് എനിക്ക് ആകെയുള്ള പരാതി അതാണ്, റൊമാൻസ് ചെയ്യാൻ പറ്റിയില്ല. ഇതില് അതൊരു പ്ലസ് ആണ്. കാരണം അത് ഇതുവരെയുള്ള സിനിമകളിലും ക്യാരക്ടേഴ്സിൽ നിന്നും ചെയ്തുകൊണ്ടിരുന്ന ഒരു പാറ്റേണിൽ നിന്നും മാറ്റി പിടിക്കുക, അതിൻ്റെ ഒരു ആദ്യ പടിയായിട്ട് നമ്മൾ കൊടുത്തൊരു ടീസർ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞൊരു ഒരു നല്ല കാര്യമായിട്ട് ഒരു പോസിറ്റീവ് ചേഞ്ച് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്കുള്ളൊരു വിഷമം അതാണ്, ഈ കുട്ടി എനിക്ക് റൊമാൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഡാൻസ് കളിക്കുന്ന ഹീറോ ആണ്, പക്ഷെ സിനിമയിൽ രണ്ടും കൂടെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല സംവിധായകൻ എൻ്റെ അടുത്ത് ഡേറ്റ് ചോദിച്ചു. ഞാൻ കൊടുത്തതും അങ്ങനെയല്ല. സംവിധായകൻ്റെ അടുത്ത് പറഞ്ഞു ബെഡ്റൂം സീനുണ്ട്, കുളി സീനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇതൊക്കെ വൻ പ്രതീക്ഷകളൊക്കെ ആയിട്ടാണ് ഞാൻ ചെന്നത്. ബെഡ്റൂം സീൻ എന്ന് പറഞ്ഞാൽ അവളോട് മാറി കിടക്ക്, നീ എന്താ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടാണ് കിടക്കുന്നത്. അപ്പൊ ബിലഹരിയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ചാക്കോച്ചനെ പറ്റിച്ച് ഡേറ്റ് എടുത്താണെന്ന് ചാക്കോച്ചൻ പറയണം കേട്ടോ. ആഷിക്കും കൂടി ഓർത്തിരിക്കണം. അപ്പൊ ഇങ്ങനെയൊന്നും അല്ല, ഇതൊന്നും അല്ല എന്റെ അടുത്ത് പറഞ്ഞിരുന്നത്. പാവം ചാക്കോച്ചൻ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ല. അച്ഛനും അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നു. പബ്ലിക് ഇതിന്റെ പിന്നിൽ എന്റെ ഒറിജിനൽ ഭാര്യയുടെ കറുത്ത കരങ്ങളുണ്ടോ? അപ്പൊ ഇത് പ്രിയ വിളിച്ചു സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു ചാക്കോച്ചൻ ഈ റൊമാൻറ്റിക് ഹീറോന്റെ ഈ പറഞ്ഞ ഒരു കുറച്ച് കലിപ്പ് ക്യാരക്ടറിന്റെ ഒപ്പം അഭിനയിക്കുമ്പോണ്ടായിരുന്നു? കലിപ്പ് എന്ന് പറയുന്നത് അങ്ങനെ അത്ര വലിയ കലിപ്പൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യാനാ ചാക്കോച്ചൻ അതിൽ കൊടുത്തിരിക്കുന്നു. തള്ളി മറിക്കരുത്. ഞാൻ പറഞ്ഞ നല്ല കാര്യല്ലേ? കളിപ്പല്ലേ, സീരിയസ് ആയിട്ടുള്ള റഫ് ആയിട്ടുള്ള കുറച്ച് റഫ്, ചെറുതായിട്ട് സ്നേഹമില്ല. ബേസിക്കലി സ്നേഹം കാണിക്കും സിനിമയിൽ കാണിച്ചിട്ടാലോ. ഉള്ളിൽ സ്നേഹമുണ്ട്, പുറത്തോട്ട് വന്നിട്ടില്ല. നമ്മൾ ആദ്യത്തെ സീൻ ചെയ്യുന്ന അന്നാണ് പരിചയപ്പെട്ടത്, മീൻസ് മീറ്റ് ചെയ്തത്. അപ്പോൾ സീനിൽ വരുമ്പം ആ ഒരു മൂഡിലാണ് വന്നത്. എന്നോട് വരുമ്പോൾ തന്നെ പറയുന്നത് ഡി വിജി എന്നാണ് പറയുന്നത്. അപ്പോൾ വരുമ്പോൾ തന്നെ കുറച്ച് സീരിയസ് ആയിട്ടാണ് വന്നത്. ഞാനിങ്ങനെ അന്വേഷിച്ചത് ഓക്കെ ഹായ് എന്ന് പോയി പറയുമ്പോൾ ഓക്കെ അതൊന്ന് കാണോ ശരി. അപ്പം മിണ്ടാത്തൊരു ക്യാരക്ടർ പോലെയാണ് ആദ്യം പരിചയം. അതും വിരലൊക്കെ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൈ കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് ആ കൈ തരാണ്ട് വേറെ കൈ തന്നിട്ട് ശരി കുട്ടിയോടൊപ്പം ഇരുന്നോ എന്നുള്ള രീതിയിലാണ് ഉണ്ടായിരുന്നത്. സീന് കഴിഞ്ഞപ്പം പക്ഷെ കുഴപ്പമില്ല. ഇവരെയൊക്കെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കണമല്ലോ, ഞാൻ ഭയങ്കര ആക്ടറാണ്, മൂഡിലായിട്ട് ക്യാരക്ടറിൽ കേറിയിട്ടാണ് നമ്മള് ലൊക്കേഷനിലേക്ക് വരുന്നുള്ളൊരു തെറ്റിദ്ധാരണ ജനിപ്പിക്കാനായിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ബേസിക്കലി അങ്ങനെ അങ്ങനെയല്ല. പിന്നെ അഭിനയം കണ്ടപ്പോ മനസ്സിലായിരുന്നു അല്ലേ? ദുഷ്ടായി. എങ്ങനെയുണ്ടായിരുന്നു ചാന്ദിനിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു ഈ കുറച്ച് ദേഷ്യമൊക്കെ കാണിക്കേണ്ടി വന്നപ്പോ ഈ സുന്ദരമായ മുഖത്തേക്ക് ദേഷ്യം? ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ ബേസിക്കലി ഇങ്ങനെയല്ല, എൻ്റെ റിയൽ ലൈഫ് ക്യാരക്ടർ ഇങ്ങനെയല്ല, സിനിമയിലും ഇങ്ങനെയല്ല ശരിക്കും പറഞ്ഞാല്. പക്ഷെ എന്ത് ചെയ്യാം, ഡയറക്ടർ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നു. ആ ക്യാരക്ടർ അങ്ങനത്തെ കുട്ടിയും ഇങ്ങനെയൊക്കെ പറ്റിച്ചിട്ടാണോ കൊണ്ടുവന്നത് ചോദിച്ചോ? അപ്പോൾ ഇതിൽ എനിക്ക് എടുത്തു പറയേണ്ടത് ഇപ്പം ചാന്ദിനി ഷീസ് ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ അല്ലേ, ബോൺ ഇൻ ഇന്ത്യ ബ്രോട്ട് അപ്പ് അബ്രോഡ്, US കൂടുതൽ. അപ്പം ഇത് ഒരു തനി നാടൻ ഒരു ക്യാരക്ടറാണ് വിജി എന്ന് പറയുന്ന കഥാപാത്രം. ഒരു സാധാരണക്കാരനായ പോലീസ് ജീപ്പ് ഡ്രൈവറുടെ ഭാര്യ. അപ്പോൾ ആ ഒരു ഈസിനെസ്, ഒരു നാച്ചുറലായിട്ട് അഭിനയിക്കേണ്ട, ഒരു സാധാരണക്കാരായിട്ട് അഭിനയിക്കേണ്ട ഒരു സംഭവം പുള്ളിക്കാരി വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഡബ്ബിങ്ങിലാണെങ്കിലും ഞങ്ങൾ വിചാരിച്ച് ഈ ഡയലക്റ്റ് അല്ല ഉള്ള കാര്യം പറയുള്ളൂ, ഡയലക്റ്റൊക്കെ പ്രശ്നമാവും. ഈ ചെറിയ ഈ സ്ലാങ് ഈ പുറത്ത് ജനിച്ചു വളർന്ന കുട്ടികളും അവിടെ ജീവിച്ച കുട്ടികളൊക്കെ മലയാളം പറയുമ്പോൾ ഒരു പെക്യുലറാണ്. നമുക്ക് അവർ ദേഷ്യപ്പെട്ടാലും നമുക്ക് ചിരിയൊക്കെ വരും. അങ്ങനത്തെ മലയാളമായിരിക്കും അവർ പറയുന്നത്. ഒരു ക്യൂട്ടായിട്ട് നമുക്ക് തോന്നും. നമ്മുടെ അപ്പനെ വിളിച്ചാലും നമ്മൾ ഹാപ്പി ആയിട്ടൊക്കെ കേട്ടോണ്ടിരിക്കും. കാരണം അത് ഒരു രസമായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നു. പക്ഷേ പുള്ളിക്കാരി വളരെ കറക്റ്റായിട്ട് ആ ഒരു മീറ്റർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നേരിട്ട് അതാണ്. വിചാരിച്ചില്ലല്ലേ? നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ചൊരു തീരുമാനത്തിലൂടെ എത്തിയതാണോ എനിക്ക് സംശയമില്ലാതില്ല. ചാക്കോച്ചൻ്റെ നോർമലി ഞാൻ പറഞ്ഞ് എല്ലാ തവണയും പറയുന്നു എന്ന് വിചാരിക്കണ്ട, എന്നാലും ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു എഫേർട്ട് എടുത്തോ? ഇതിൽ ചേഞ്ച് ലുക്കിലൊക്കെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ശരിക്കും ബില എന്ന് പറയുമ്പം പോലീസ് ക്യാരക്ടറാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കുറേ നാളായി നല്ലൊരു പോലീസ് ക്യാരക്ടർ ചെയ്യണം വിചാരിച്ചു. ഞാൻ വിചാരിച്ചു നല്ല
എക്സസൈസ് ഒക്കെ ചെയ്ത് നല്ല നല്ല ഫിറ്റായിട്ട് വരണം എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് വില പറയുന്നത് ഇതൊരു സാധാരണ പോലീസുകാരനാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, പോലീസ് ജീപ്പ് ഡ്രൈവറാണ്. ഞാൻ പറഞ്ഞു ശരി, കുറച്ച് പ്രായമൊക്കെ ഫീൽ ചെയ്യണം. പിന്നെ പിന്നെ കുറച്ച് വയറൊക്കെ വേണം. എങ്ങനെ? പിന്നെ ഇത്രയും ക്ഷീണിക്കണം, കുറച്ച് വണ്ണം വയ്ക്കണം. ഞാൻ പറഞ്ഞു ഒരു തീരുമാനമായി. കാരണം ഞാൻ എങ്ങനെയാണോ രാമേന്ദ്രനെ കൺസീവ് ചെയ്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഒരു പാറ്റേൺ ആണ് വില മനസ്സിൽ കണ്ടത്. അപ്പം പിന്നെ ഇതിൽ 2 ഏരിയകളുണ്ട്. ഒരു വേണമെങ്കിൽ രാമേന്ദ്രൻ്റെ ജീവിതം 2 ആയിട്ട് ഭാഗിക്കാം. അള്ള് കിട്ടുന്നതിന് മുമ്പ്, അള്ള് കിട്ടിയതിന് ശേഷമുള്ള സംഭവം. അപ്പം അള്ള് കിട്ടിക്കഴിഞ്ഞ് ഒരു അവസ്ഥ കഴിയുമ്പം പുള്ളി കുറച്ച് റഫാവുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വേറെ ഔട്ട്ലുക്കിൽ ഒരു ഗെറ്റപ്പിൽ പിടിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ ശരി, നമുക്ക് താടിയും മുടിയും ഒക്കെ നന്നായിട്ട് വളർത്തി അങ്ങനത്തെ രീതിയിലൊക്കെ പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ലാൽ ജോസിൻ്റെ തട്ടുമുറത്ത് അച്യുതനാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സിനിമയ്ക്കും രാമേന്ദ്രനും ഇടയ്ക്ക് ഒരു 20 ദിവസം ഗ്യാപ്പൊക്കെ ഇട്ട് ഇത് മുടിയും താടിയൊക്കെ വളർത്തി അങ്ങനെ ബിഗും കാര്യങ്ങളൊന്നും വേണ്ട, നാച്ചുറലായിട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ തട്ടമ്പുറത്ത് വെച്ച ഷൂട്ട് നീണ്ട് രാമേന്ദ്രൻ തുടങ്ങി 2 ദിവസം മുമ്പാണ് ആ ഷൂട്ടിങ് തീരുന്നത്. അപ്പോൾ ഒരു രീതിയിലും എനിക്ക് താടി വളർത്താനോ മുടി വളർത്താനോ ഒന്നും പറ്റില്ല. അപ്പോൾ പിന്നെ മിനിമം ഡാമേജിൽ നമുക്ക് മാക്സിമം ചേഞ്ച് എങ്ങനെ കൊണ്ടുവരുത്താം. അപ്പോൾ അതിൽ മുടി പറ്റ എങ്ങനെ എടുത്തു. പിന്നെ ഒരു സ്കാർ കൊണ്ടുവന്നു. സാധാരണ രാമേന്ദ്രനായിരിക്കുമ്പോൾ ഈ മീശ പിരിച്ചിട്ടൊന്നുമില്ല, ഒരു സാധാരണ പോലെ തന്നെ വെച്ചു. കലിപ്പ് അല്ലെങ്കിൽ സോക്കുള്ളൊരു വേറൊരു സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം വരുമ്പോഴാണ് മീശയൊക്കെ പിടിച്ചൊരു സ്കാറൊക്കെ അങ്ങനത്തെ രീതിയിലൊക്കെ വന്നു. പക്ഷെ അത് ക്യാരക്ടറിന് ഏറ്റവും ആപ്റ്റായിട്ട് വന്നു. ഇപ്പോൾ ആ ടീസർ നമ്മൾ ഔട്ട് ചെയ്തപ്പം അത് ആൾക്കാർക്ക് അതാണ് പറയുക, ഈ കലിപ്പ് എന്നുള്ള ഫീല് വരാൻ കാരണം എനിക്ക് ആ ലുക്കാണ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ബേസിക്കലി ഇതിന് വേണ്ടിയിട്ട് ഞാൻ വണ്ണം വെപ്പിച്ചു, ശരി വയറ് ചാടിച്ചു, പിന്നെ മുടി നന്നായി അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഞാൻ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക. വളരെ എളുപ്പമായിരുന്നു, എന്ത് ഈസി. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ബില്ലയുടെ കാര്യം ചോദിച്ചത്. അതായത് ഇപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം ലാൽ ജോസ് പോലെ ഒരു ഡയറക്ടറുടെ ഒപ്പം കഴിഞ്ഞിട്ടാണ് വരുന്നത്. സോ ഒരു ന്യൂ കമേഴ്സിന് ഇപ്പം എനിക്ക് കഴിഞ്ഞ വർഷം 2-3 പടങ്ങൾ ചാക്കോച്ചൻ ചെയ്തു ന്യൂ കമേഴ്സ് ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മീൻസ് അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും എന്ന് കരുതിയിട്ടാണോ? എന്താണ് അങ്ങനെ ഒരു അവസരം ന്യൂ കമേഴ്സിൻ്റെ ഒപ്പം ചെയ്യാം എന്നുള്ളത്? ന്യൂ കമേഴ്സിൻ്റെ ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ച് ചെയ്യുന്നൊന്നുമല്ല, ആ കഥ നമുക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്, അതാണ് പ്രയോറിറ്റി. കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ഇപ്പോൾ ന്യൂ കമേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ഡയറക്ടേഴ്സ് ആണെങ്കിൽ നമ്മൾ അതിന് കൈ കൊടുക്കുന്നത്. പിന്നെ ഒരു വിശ്വാസമാണ് ഇവർ അവരുടെ മനസ്സിലെ സിനിമ നമ്മൾ മനസ്സിൽ കാണുന്നതിനേക്കാൾ നന്നായിട്ട് എടുക്കും എന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ബിലഹരി ഇതിനു മുമ്പ് ചെയ്തൊരു സിനിമ പോരാട്ടം 25,000 രൂപയ്ക്ക് തീർന്നൊരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു ആഷിക്ക് അതൊക്കെ കണ്ടിട്ടായിരിക്കും വളരെ ബഡ്ജറ്റ് കൊടുത്ത് നമുക്ക് എടുക്കാം. ബില മിടുക്കനാണ്, 25,000 രൂപയ്ക്ക് സിനിമയ്ക്ക് തീർക്കാന്ന് പറഞ്ഞാൽ അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആഷിക്ക് ഇത് കമ്മിറ്റ് ചെയ്തെന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. പക്ഷേ ഇത് എടുത്തെടുത്ത് വന്നപ്പം ഓരോ സീക്വൻസുകളും എടുത്തു വന്നപ്പോൾ അത് നന്നാവുന്നുണ്ടെന്നുള്ളൊരു ഒരു ബോധ്യം അല്ലെങ്കിൽ ഒരു തോന്നൽ, ഒരു വിശ്വാസം നമുക്ക് വന്നപ്പം അത് കുറച്ചും കൂടെ നന്നാക്കാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടെ ആൾക്കാർക്ക് എൻ്റർടൈനിങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള സഹായം, ടെക്നിക്കൽ സൈഡിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അതിനുവേണ്ടി കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് ആഷിഖ്. അപ്പോൾ ആഷിഖ് ശരിക്കും നമ്മളൊരു 40 ദിവസം കണ്ടാണ് ടോട്ടൽ ഷൂട്ട് പ്ലാൻ ചെയ്തത്. പക്ഷേ അതിൻ്റെ മേലെ പോയി ഒരു 10-15 ദിവസം എക്സ്ട്രാ നമുക്ക് വേണ്ടി വന്നു. എന്നിരുന്നാൽ പോലും അത് ഒരു രീതിയിലും കുഴപ്പമില്ല. ചില സീക്വൻസുകൾ നമുക്ക് റീഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനും യാതൊരു ബുദ്ധിമുട്ടും ആഷിഖ് വിചാരിച്ചിട്ടില്ല. അപ്പോൾ അതൊരു വളരെ പ്ലസ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നല്ല സിനിമ വേണമെന്ന് ആഗ്രഹിച്ച് വന്നിട്ടുള്ളൊരു പ്രൊഡ്യൂസർ, സിനിമയെ സ്നേഹിക്കുന്ന ഒരു പ്രൊഡ്യൂസർ, അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസർ കിട്ടുക എന്ന് പറഞ്ഞൊരു ഭാഗ്യം തന്നെയാണ്. ചാന്ദിനി പറഞ്ഞു മലയാളം അറിയില്ല. ചാന്ദിനി ഇതിലേക്ക് കാസ്റ്റ് ചെയ്ത സമയത്ത് എപ്പോഴെങ്കിലും ചോദിച്ചോ? എനിക്ക് അത്രയ്ക്ക് മലയാളം ഒന്നും അറിയില്ല, പക്ഷേ ഇങ്ങനത്തെ ക്യാരക്ടർ ഡബ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ ഒരു ഞാൻ പറഞ്ഞ ആ സ്ലാങ് ഒക്കെ ഒരു നാടനാണ്. കോഴിക്കോടത്തെ ആൾക്കാർക്ക് പറയാൻ പറ്റില്ല. കുട്ടി വലിയ ലെവലില്ല. അല്ല അങ്ങനെ ചോദിച്ചോ? ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാത്തത് കൊണ്ട് എന്താ എന്നെ എടുത്തെന്ന് എന്തെങ്കിലും ചോദിച്ചിരുന്നോ? അങ്ങനെ ആഷിഖിനെ എനിക്ക് മുന്നേ അറിയായിരുന്നു. നമ്മൾ ആക്ച്വലി വേറെ സിനിമ ചെയ്യാൻ ഇരുന്നതാണ്. സോ ആള് ഡാർവിൻ്റെ പരിണാമം കണ്ടപ്പം
അങ്ങനെ ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റും തോന്നിയിട്ടാണ് കാസ്റ്റ് ചെയ്തത്. ഞാൻ എനിക്ക് തോന്നിട്ടുള്ളത് ചാന്ദിനി ചെയ്തിട്ടുള്ള മിക്ക സിനിമകളിലും ഒരു നാടൻ ക്യാരക്ടേഴ്സ്, ഒരു സാധാരണക്കാരുടെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. കേൾട്ടൻ ബത്ത് ലൈക്ക് ദുബായ് പോണം ബ്രോട്ടപ്പ് ആണ് ബാക്ക്ഗ്രൗണ്ട്, അത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഡാർവിൻ്റെയിലും കുറച്ചുകൂടെ നാടൻ ടൈപ്പാണ് ഇത്. പക്ഷെ കുറച്ചും കൂടെ ഭർത്താവിന്റെ വാലായിട്ട് ഇങ്ങനെ നടക്കുന്ന ഭർത്താവിന്റെ പിന്നാലെ. എനിക്ക് ചോദിച്ചില്ലേ ചെയ്യാൻ പറ്റുന്ന ഈ അള്ള രാമേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു, ജീവിതത്തിൽ എപ്പോഴെങ്കിലും അള്ളെന്നുള്ള ഒരു കോൺസെപ്റ്റിലല്ല ഞാൻ ചോദിക്കണേ, അള്ള് കിട്ടിയിട്ടുണ്ടോ അതോ അള്ളു കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ വല്ല പണി കിട്ടിയിട്ട് പണി കൊടുത്തതുമായിട്ട് വല്ലതുണ്ടോ? ഇല്ല, പണി അങ്ങനെ ഇല്ല. വല്ലൊരു അള്ളു കിട്ടി പഞ്ചറായിട്ടില്ലേ വണ്ടി? പഞ്ചറൊക്കെ ആയിട്ടുണ്ട്, അതൊക്കെ ആയിട്ടുണ്ട്. അല്ല, ഈ അള്ളിന് രണ്ടർത്ഥം ഉണ്ടല്ലോ, ശരിക്കും പഞ്ചർന്നും ആവാം, അല്ലാതുള്ള ഒരു അള്ളു വെക്കുക എന്നുള്ള സാധാരണ ഉള്ള പഞ്ചറുകളൊക്കെ ഉള്ളു. അല്ലാതെ അങ്ങനെ മനഃപൂർവ്വം ആരെങ്കിലും എന്റെ സിനിമ കണ്ടിട്ട് ഇവന്റെ ഒരു തല്ലിപ്പൊളി സിനിമ എന്ന് പറഞ്ഞ കാര്യം അങ്ങനെ ഇതുവരെ അള്ളു വെച്ചിട്ടില്ല എനിക്ക്. ഇനി ഇത് വെച്ചിട്ട് ഇത് കണ്ടിട്ട് ആർക്കും ഐഡിയ കിട്ടിയോ? ഇല്ല, സ്നേഹം കൊണ്ടാണെങ്കിലേ ഉള്ളൂ. അതെ. ഈ ചാക്കോച്ചൻ്റെ ഒപ്പം അഭിനയിക്കാൻ വന്നപ്പോൾ ഈ റൊമാൻസിന്റെ ഇതൊക്കെ പ്രതീക്ഷിച്ചു എന്നൊക്കെ വിചാരിച്ചിട്ട് എന്തെങ്കിലും ചോദ്യം ചോദിക്കണം എന്നുണ്ടായിരുന്നു. വളരെ ഓപ്പൺ ആയിട്ട് ഇപ്പൊ ചോദിക്കാട്ടോ. അതാണ് ഇതൊക്കെ നേരത്തെ ഒരു മുൻധാരണയിൽ വന്നിരിക്കണതാണല്ലേ, ശരിയാവില്ല. ഞാൻ ഇപ്പോഴാണ് ഈ കുട്ടി ഇന്ന് കാണുന്നത്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, വെറുതെ കള്ളം പറയല്ലേ. ഇല്ല, എനിക്ക് ആക്ച്വലി ആളുടെ കുറേ സിനിമ ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി നിറം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, കുറേ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ ശാലിനി ആൻഡ് കുഞ്ചാക്കോ ബോബന്റെ കോമ്പിനേഷൻ, കെമിസ്ട്രി ഭയങ്കര ഇഷ്ടം. അല്ല, എന്തെങ്കിലും ചോദിക്കാണ്ടോന്നാ ചോദിക്കും, കഴിഞ്ഞിട്ടില്ല കുട്ടി പറയട്ടെ, അവസരം കൊടുക്കൂ. വേഗം നിർത്തി. ഇപ്പം ഇത്രയും അഭിനയിച്ച ഹീറോയിൻസ് ഇല്ലേ, അതില് എന്താ പറയാ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കൂടെ അഭിനയിക്കാൻ ഒന്നും കൂടെ തോന്നിയ ഹീറോയിൻ ആരാണ്? കുട്ടി പണി തരുമ്പോ നല്ല രീതിയിൽ ഇപ്പൊ മനസ്സിലായില്ലേ? പോരട്ടെ. ചാന്ദിനിയുടെ വേറൊന്നുമല്ല, റൊമാൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് തോന്നി അത് പറയുന്നത്. നല്ല ആൻസർ ആയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞില്ലേ ചോദ്യം, ഇത് ഇത്രയും കിട്ടിയില്ലെന്ന് ചോദിക്കുമ്പോ തന്നെ എനിക്കറിയാം ഇതിൽ എന്തോ പറഞ്ഞു ഒപ്പിച്ച് വെച്ചിട്ടാണ് രണ്ടുപേരും കൂടി. ഞാൻ ആദ്യം പറഞ്ഞു ഇതിൽ റൊമാൻസ് ചെയ്യാൻ പറ്റിയിട്ട, എന്തായാലും ഒരു സിനിമ കൂടെ ചെയ്യണം. ചാക്കോച്ച പരിഗണിക്കണം, ഭയങ്കര തിരക്കൊക്കെ ആണെങ്കിലും കുറച്ച് ഡേറ്റ് ഒന്ന് അടുത്തൊരു സിനിമയിൽ കൊടുക്കണം കേട്ടോ. ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഇതാണ് പറയണത്, ഹീറോസ് എല്ലാം ഇങ്ങനെയാണ് എല്ലാരും പറഞ്ഞു. അപ്പൊ ഒരാളെയല്ല, കുട്ടിയുടെ ഒപ്പം അഭിനയിച്ച എല്ലാവരും ഉദ്ദേശിച്ചാണോ? അയ്യോ, അല്ല ചാക്കോച്ചൻ അങ്ങനെയല്ല, പാവാണ്. ശരി. അപ്പൊ ദുൽഖറും രാജുവും ഭയങ്കര പാവം. ദുൽഖറും രാജു ഉണ്ണി. അല്ലേ, നമുക്ക് തീരെ പാവമാണ്. അടുത്ത ചോദ്യം ആള് കുടുങ്ങി. അല്ല, ഇത് തിരിച്ചു ചോദിക്കാതിരിക്കാനാണ് വേഗം അടുത്ത ചോദ്യം എന്ന് പറഞ്ഞത്. ഒരു അള്ളു രാമേന്ദ്രൻ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? അള്ളു രാമേന്ദ്രന്റെ ടീസറും ട്രെയിലറും കണ്ടിട്ട് വരരുതെന്ന് പറയുന്നത്, കാരണം അതിൽ കലിപ്പാണെന്ന് പറഞ്ഞു. അത് മാത്രമല്ല സിനിമ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ ട്രെയിലറിൽ ടീസർ ഇറങ്ങി, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സോങ് ഇറങ്ങി. സോങ് ഒരു റൊമാൻറ്റിക് മോഡുള്ള സോങ് ആയിരുന്നു. ട്രെയിലർ ഇറങ്ങിയപ്പോൾ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്താണ് സിനിമ എന്ന് നമ്മൾ ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തു. അത്യാവശ്യം ഫണ്ണും ഇമോഷൻസും കാര്യങ്ങളെല്ലാം ട്രെയിലറിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പിന്നെ ഒരുപാട് ആക്ടേഴ്സും ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പം കിച്ചു, അപർണ, ചാന്ദിനി, ഞാൻ, കൊച്ചുപ്രേമൻ ചേട്ടൻ, സലീമേട്ടൻ, സലീം കുമാർ, ധർമ്മജൻ, ഹരീഷ് കണാരൻ, ശ്രീനാഥ് ഭാസി. അപ്പം അങ്ങനെ സിനിമ മലയാള പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം വളരെ രസകരമായിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ട്. അപ്പം കലിപ്പ് മാത്രമല്ല, കാര്യവും തമാശകളും എല്ലാം ഈ സിനിമയിലുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു എൻ്റർടൈനർ എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു പ്രതീക്ഷ തെറ്റില്ലെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ടെക്നിക്കൽ സൈഡിലാണെങ്കിലും ഒരുപാട് എക്സ്പീരിയൻസ് ഹാൻഡ്സ് ഇതിലുണ്ട്, അല്ലെങ്കിൽ കഴിവ് തെളിയിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ജിംഷി, അനുരാഗ് കരിക്കും വെള്ളത്തിന് ശേഷം ജിംഷി ക്യാമറ ചലിപ്പിക്കുന്ന ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്.
അതേപോലെ ഷാൻ റഹ്മാൻ. അതെ, ഇപ്പം ടീസർ ആണെങ്കിലും പാട്ടാണെങ്കിലും അത് ഏറ്റവും നല്ല രീതിയിൽ ആൾക്കാരിലേക്ക് എത്താനായിട്ടുള്ള പ്രധാന കാരണങ്ങളിൽ ഒരാൾ ഷാൻ റഹ്മാനാണ്. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ വേറെ 2-3 നല്ല ഗാനങ്ങൾ ഇതിലുണ്ട്. അതെല്ലാം ഓരോ രീതിയിലുള്ള ഗാനങ്ങളാണ്. എല്ലാം സിനിമയോട് ചേർന്ന് നിൽക്കുന്ന, ആ സീക്വൻസുകളോട് ചേർന്ന് നിൽക്കുന്ന ഗാനങ്ങളാണ്. ഇതെല്ലാം ഒരർത്ഥത്തിലും ഓരോ രീതികളിലും ഉള്ള രാമേന്ദ്രനെ ആൾക്കാരിലേക്ക് കൂടുതൽ അടുപ്പിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നല്ലൊരു സിനിമ പ്രതീക്ഷ വരിക. അപ്പോൾ ആ പ്രതീക്ഷകൾ തെറ്റില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വിജിക്ക് എന്താ പറയുക, കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് വിജി ആയിട്ട് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തുന്നത്. അതൊരു ഗ്യാപ്പ് എടുത്ത് പോയി കുറച്ച് പഠിച്ചിരുന്നു. അപ്പോൾ ഈ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വരുമ്പം ഐ തിങ്ക് മലയാളികൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണെന്ന് തോന്നുന്നു. അതും ചാക്കോഷിനോടല്ലേ ചെയ്തത്. ആള് ഫാമിലി ഓഡിയൻസിന് അല്ലേ ഇഷ്ടപ്പെടുന്ന ആക്ടറല്ലേ. ആയിരിക്കും. അല്ലെ, നമ്മൾ ടീം ഫുൾ ഒരു ഫാമിലി ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. എൻ്റെ പാരൻസ് ആണെങ്കിൽ റിലേറ്റീവ്സ് ആണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണ്. സോ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സിനിമ കാണാനായിട്ട്. സോ ഐ തിങ്ക് സിനിമ നമ്മളൊരു ഫാമിലി ആയിട്ടാണ് എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തത്. സോ ഹോപ്പ്ഫുള്ളി നിങ്ങളും ഫാമിലി ആയിട്ട് കണ്ടാൽ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് എ ഫാമിലി എന്റർടൈനർ. ആയിക്കോട്ടെ. ബാല രാമേന്ദ്രൻ ഒരു സക്സസ് ആവട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ബെസ്റ്റ് വിഷസ്.